Hello friends, today we are discussing about forward contract. What is forward contract? Let us see what is meant by forward contract. A forward contract is a transaction in which the buyer and the seller agree upon the delivery of a specified quality and quantity of underlying asset at a predetermined rate on a specified future date. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷനാണ്. അതിലൊരു സ്പെസിഫിക് ക്വാളിറ്റിയും അണ്ടർലൈൻ അസറ്റിൻ്റെ ക്വാണ്ടിറ്റിയും സ്പെസിഫൈഡ് ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിൽ മുൻകൂട്ടി നിശ്ചയിച്ച നിരക്കിൽ ഡെലിവറി ചെയ്യുന്നതിന് ബയ്യറും സെല്ലറും സമ്മതിക്കുന്നു. ഇതാണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റിനെ മറ്റൊരു രീതിയിലും പറയാം. In a forward contract, two parties agree to do a trade at some future date at a stated price and quality. അതായത് ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഒരു നിശ്ചിത പ്രൈസിലും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ട്രേഡ് നടത്താൻ രണ്ട് പാർട്ടീസും എഗ്രി ചെയ്യുന്നു. ഫോർവേഡ് കോൺട്രാക്റ്റ് ഈസ് എ one-to-one bipartite contract to which to be performed in future at the terms decided today. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നത് 1-to-1 ബിബർട്ടിയേറ്റ് കോൺട്രാക്റ്റ് ആണ്. ഇത് ഇന്ന് തീരുമാനിച്ച ടേംസിൽ, അതായത് ഇന്ന് തീരുമാനിച്ച നിബന്ധനകളിൽ ഫ്യൂച്ചറിൽ നടപ്പിലാക്കേണ്ടതാണ്. അടുത്തത് പറയുന്നത് കോൺട്രാക്റ്റിലെ പാർട്ടീസിൽ ഒരാൾ ഒരു ലോങ് പൊസിഷൻ ഏറ്റെടുക്കുകയും സ്പെസിഫൈഡ് പ്രൈസിന് സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ അണ്ടർലൈൻ അസറ്റ്സ് വാങ്ങാനും എഗ്രി ചെയ്യുന്നു. രണ്ടാമത്തെ പാർട്ടി ഒരു ഷോർട്ട് ടേം പൊസിഷൻ ഏറ്റെടുക്കുകയും അസറ്റ്സ് ആ സെയിം ഡേറ്റിൽ സെയിം പ്രൈസിന് വിൽക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അടുത്തത് പറയുന്നത് മറ്റു കോൺട്രാക്റ്റ് ഡീറ്റെയിൽസുകളായ ഡെലിവറി ഡേറ്റ്, പ്രൈസ്, ക്വാണ്ടിറ്റി എന്നിവ കോൺട്രാക്റ്റിലേക്ക് വേണ്ടിയിട്ട് പാർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നു. ഫോർവേഡ് കോൺട്രാക്റ്റ് ആർ നോർമലി ട്രേഡഡ് ഔട്ട്സൈഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതായത് ഫോർവേഡ് കോൺട്രാക്റ്റ് സാധാരണയായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് പുറത്ത് ട്രേഡ് ചെയ്യപ്പെടുന്നു. ദേ ആർ പോപ്പുലർ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ്. ഇനി നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റ് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പരിചയപ്പെടാം. രണ്ട് പാർട്ടീസ്, അതായത് എ ആൻഡ് ബി, ഇവരൊരു കോൺട്രാക്റ്റ് ഡേറ്റ് മുതൽ 2 മാസത്തിന് ശേഷം റിലയൻസിൻ്റെ 100 ഷെയർസ് 2500 റുപ്പീസ് വീതം വാങ്ങാനും വിൽക്കാനുമുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എ ബയ്യറും ബി സെല്ലറുമാണ്. ഈ കേസിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ഡെലിവറി ടൈം എന്നിവ ബന്ധപ്പെട്ട് രണ്ട് പാർട്ടീസും മുൻകൂട്ടി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഈ കോൺട്രാക്റ്റിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് സ്പെസിഫിക് ഡേറ്റിലും സ്ഥലത്തും ഡെലിവറിയും പേയ്മെൻറ്റും നടക്കും. ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ ഉൾപ്പെടുന്ന രണ്ട് പാർട്ടീസുകൾക്കിടയിലാണ് ട്രേഡ് നടത്തുന്നത്, ഒരു എക്സ്ചേഞ്ച് അല്ല. അടുത്ത നോക്കൂ, ഓരോ കോൺട്രാക്റ്റും കസ്റ്റം ഡിസൈനഡ് ആണ്, അതായത് ഇഷ്ടാനുസൃതമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. അതിനാൽ കോൺട്രാക്റ്റിൻ്റെ സൈസ്, എക്സ്പിറേഷൻ ഡേറ്റ്, അസറ്റിൻ്റെ ടൈപ്പ്, പിന്നെ ക്വാളിറ്റി എന്നിവയിൽ ഇത് സവിശേഷമാണ്. പിന്നെ വരുന്നത് കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് പബ്ലിക് ഡൊമൈന് ലഭ്യമല്ല. പിന്നെ പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റ് ബിലാറ്ററൽ കോൺട്രാക്റ്റുകളാണ്. അതിനാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ രണ്ട് കൗണ്ടർ പാർട്ടീസും ക്രെഡിറ്റ് റിസ്ക്കും ഉൾപ്പെടുന്നു. പിന്നെ വരുന്നത് എക്സ്പിറേഷൻ ഡേറ്റിൽ അസറ്റ് ഡെലിവറി ചെയ്യുന്നതിലൂടെ കോൺട്രാക്റ്റ് സെറ്റിൽ ആകണം. അടുത്തത് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റ് സാധാരണഗതിയിൽ മാറ്റാൻ കഴിയില്ല. മാത്രമല്ല കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞത് ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിൽ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള കോൺട്രാക്റ്റ് മാത്രമാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നതിനാൽ
പേയ്മെൻ്റ് ഒന്നും ഉൾപ്പെടുന്നില്ല. അതിനാൽ കോൺട്രാക്റ്റ് ഒരു അസറ്റോ ലയബിലിറ്റിയോ അല്ല. അടുത്തത് പറയുന്നത് കോൺട്രാക്റ്റ് തിരിച്ചെടുക്കാൻ പാർട്ടീസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിർബന്ധമായും മറ്റ് കൗണ്ടർ പാർട്ടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതൊരു മൊണോപോളി സിറ്റുവേഷൻ ആയതിനാൽ അവർക്ക് ആവശ്യമുള്ള പ്രൈസ് ആവശ്യപ്പെടാം. അടുത്ത വരുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് വന്ന് ഇറ്റ് ഫിക്സസ് പ്രൈസ് ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് ഫസ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് ഇറ്റ് ആൾസോ യൂസ്ഫുൾ ഇൻ ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ. The amount, quality and delivery details of an asset can be negotiated between the both parties according to their needs. അതായത് അസറ്റ്സിൻ്റെ പ്രൈസ്, ക്വാളിറ്റി, ഡെലിവറി ഡീറ്റെയിൽസ് രണ്ട് പാർട്ടീസുകൾക്കും അവരുടെ നീഡ്സിനനുസരിച്ച് ചർച്ച ചെയ്യാം. അഡ്വാൻറ്റേജസ് ഒക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നോ റിസ്ട്രിക്ഷൻ ഓൺ ഷോർട്ട് സെയിൽസ്, പിന്നെ സെയിം ടാക്സ് റേറ്റ് ഓൺ ആൾ നെറ്റ് പ്രോഫിറ്റ്, ബോറോവിങ് ആൻഡ് ലെൻഡിങ് അറ്റ് ദ റിസ്ക് ഫ്രീ റേറ്റ്, പിന്നെ സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അടുത്ത ലിമിറ്റേഷൻസ് പ്രധാനമായും മൂന്നെണ്ണമാണ്. ലാക്ക് ഓഫ് സെൻട്രലൈസേഷൻ ഓഫ് ട്രേഡിങ്, ലിക്വിഡിറ്റി റിസ്ക് ആൻഡ് കൗണ്ടർ പാർട്ടി റിസ്ക്. ഇവയിൽ ആദ്യത്തെ രണ്ടിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയും ജനറലിറ്റിയും ആണ്. ഫോർവേഡ് മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് പോലെയാണ്. Any two consenting person can from contract against each other. ഇത് പലപ്പോഴും ഇടപാടിൻ്റെ നിബന്ധനകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് അവരെ ഒരു പെസിഫിക് സിറ്റുവേഷൻ വളരെ കൺവീനിയൻ്റ് ആക്കുന്നു, പക്ഷേ കോൺട്രാക്റ്റുകളെ നോൺ ട്രേഡബിളും ആക്കുന്നു. അടുത്ത ലിക്വിഡിറ്റി റിസ്ക്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ആവശ്യമുള്ള വിലയ്ക്ക് അണ്ടർലൈൻ അസറ്റിൻ്റെ ഡിസർവ്ഡ് ക്വാണ്ടിറ്റിക്ക് വാങ്ങാനോ വിൽക്കാനോ കഴിയുന്ന സീംലെസ്നെസ്സിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഫോർവേഡ് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് മറ്റു മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ആക്സസ് കുറയ്ക്കുന്നു. ഈ ഫാക്ടേഴ്സ് ഇല്ലിക്വിഡ് ഇല്ലാതാക്കുന്നു. അതിനാൽ കോൺട്രാക്റ്റുകൾ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ നിന്നും പാർട്ടീസ് നിലനിൽക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അടുത്ത പറയുന്നതാണ് കൗണ്ടർ പാർട്ടി റിസ്ക്. കൗണ്ടർ പാർട്ടി റിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉൾപ്പെടുന്നുണ്ട്. കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബാധ്യത നിറവേറ്റുന്നതിൽ കൗണ്ടർ പാർട്ടിയുടെ പരാജയം പണനഷ്ടത്തിന് കാരണമാവുന്ന സാധ്യത ഈ റിസ്ക് നിലനിർത്തുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് ആണ് സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ സ്പോട്ട് പ്രൈസസ് വൺ വേയിലോ മറ്റോ മൂവ് ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ പാർട്ടികൾക്കുള്ള കോൺട്രാക്റ്റിൽ നിന്നും എസ്കേപ്പ് ആവാൻ കഴിയില്ല. രണ്ട് സൈഡ്സിനെ ബന്ധിപ്പിക്കുന്ന ഗെയിൻസും ലോസും സാധ്യതകൾക്ക് വിധേയമാണ്. ലാക്ക് ഓഫ് സെൻട്രലൈസേഷൻ ഓഫ് ട്രേഡിംഗ് ഈസ് അനദർ ലിമിറ്റേഷൻ.